അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. രക്ഷിതാക്കളൊക്കെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളായ നമ്മുടെ പിഞ്ചു മക്കളുടെ പ്രകടനങ്ങൾ വിലയിരുത്തുവാനും പ്രകടനങ്ങൾ കാണുവാനും കൺകുളിർമ ലഭിക്കുവാനും വേണ്ടി നമ്മുടെ മക്കളെ ഓർത്ത് നമുക്ക് ധാരാളമായി അഭിമാനിക്കാം. നിങ്ങൾ മക്കളെ പറഞ്ഞയച്ചിട്ടുള്ളത് ഏറ്റവും നല്ല, അതിനേറ്റവും പറ്റിയ ഇടത്തേക്ക് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കളെയും നിങ്ങളെയും ഒക്കെ ധാരാളമായി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് ഉണ്ടാവുന്ന ഒരു രംഗം നമുക്കിങ്ങനെ നറേറ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ചില ആളുകളെ പ്രത്യേകമായി ആദരിക്കുകയും അവർക്ക് പ്രത്യേകമായ ഒരു കിരീടമണിയിക്കുകയും അങ്ങനെ വല്ലാതെ അമ്പരപ്പോടുകൂടി ആ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ആ ആളുകൾ, അങ്ങനെ ലഭിക്കുന്ന ആളുകൾ ചോദിക്കും, ഞങ്ങളെ ഇത്രമാത്രം ആദരിക്കാനുള്ള കാരണം എന്താ? അപ്പോൾ അവർക്ക് നൽകപ്പെടുന്ന മറുപടി, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ച ആളുകളാണ്, ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി മക്കളെ തയ്യാറ് നൽകിയ ആളുകളാണ്. ഞാൻ പറയുന്നത്, മക്കൾ ഖുർആൻ പഠിക്കുന്നു എന്നതോടൊപ്പം തന്നെ രക്ഷിതാക്കളും ഖുർആൻ പഠിക്കുന്ന ആളുകളായി മാറണം. ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഉമ്മത്തിൻ്റെ കരുത്ത് മുഴുവൻ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം പരിശുദ്ധ ഖുർആനിൽ നിന്നും നമ്മൾ അകന്നു എന്നതാണ്. ഒരുപക്ഷെ മക്കളെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു എന്ന കാരണത്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടുക്കൽ സമർപ്പിക്കുന്ന ഒരു പരാതി, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. എൻ്റെ ഉമ്മത്ത് പരിശുദ്ധ ഖുർആനിനെ വളരെ വില കുറഞ്ഞ, അവരുടെ ജീവിതത്തിൽ യാതൊരു സ്വാധീനവുമില്ലാത്ത ഒന്നാക്കി അവർ പരിഗണിച്ചു കളഞ്ഞു, തരം താഴ്ത്തി കളഞ്ഞു എന്ന് പരാതി പറയുന്ന ഒരു രംഗം വരാനിരിക്കുന്നു. സമകാലിക ലോകത്ത് ഇസ്ലാം ഏറെ, മുസ്ലിം കമ്മ്യൂണിറ്റി ഏറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ്. പൂർണ്ണമായ ആർജവത്തോടുകൂടി, തൻ്റെ ഇടത്തോടുകൂടി, കരുത്തോടുകൂടി, നിരാശ ബാധിക്കാതെ സധൈര്യം മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗസയിലുള്ള മനുഷ്യന്മാരുടെ ചരിത്രം പഠിച്ച പല ആളുകളും യൂറോപ്യൻ രാജ്യങ്ങളിലെയും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ ധാരാളം ആളുകൾ ഒക്ടോബർ 7-ന് ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഗസയിലുള്ള മനുഷ്യന്മാരെ നക്കിത്തുടച്ച് കളയാമെന്ന ധാരണയോടുകൂടി ലോകത്തിൻ്റെ ചട്ടമ്പി ചമഞ്ഞുകൊണ്ടിരിക്കുന്ന, ആയുധത്തിൻ്റെ കൂമ്പാരം ഞങ്ങളുടെ പക്കലാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ, ആ രാജ്യത്തെ ഇപ്പോൾ അവർ ആ ഗസയിൽ നിന്നും അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന രംഗം എങ്ങനെയെങ്കിലും ഇത് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ഖുർആനികമായി എന്നതാണ്. ഞാൻ പറയുന്നത്, ഇനി വരാനിരിക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ, ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മളും ഇതുപോലുള്ള സങ്കീർണമായ ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഈമാനികമായ കരുത്ത് നൽകുന്നത്, ആർജവം നൽകുന്നത്, തൻ്റെ ഇടം നൽകുന്നത് പരിശുദ്ധ ഖുർആനികമായി ജീവിക്കുക എന്നത് തന്നെയാണ്. പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ സമൂഹവുമായി രക്ഷപ്പെട്ട് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പോകുന്ന സമയത്ത് ചെന്നെത്തിപ്പെടുന്ന ചെങ്കടലിന് മുന്നിലാണ്. അവിടെ എത്തിയപ്പോഴേക്കും ചില ആളുകൾ, അവരും ദുർബല വിശ്വാസികളായ ആളുകൾ പറഞ്ഞല്ലോ, ഇന്നാല മുദ്രക്കുൻ, നമ്മളിപ്പോൾ പിടിക്കും, ഫറോവയും സൈന്യം നമ്മളിപ്പോൾ തന്നെ പിടികൂടും എന്ന് പറയുന്നുണ്ട്.
പക്ഷേ ഈമാനികമായ കരുത്തോടുകൂടി മൂസാ നബി അലൈഹി സ്വലാം പറയുന്നത് അള്ളാഹു എനിക്ക് കൃത്യമായ വഴി കാണിച്ചു തരും എന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ രക്ഷിതാക്കളോട് സൂചിപ്പിക്കാനുള്ളത്, കാലഘട്ടത്തിൻ്റെ തേട്ടമനുസരിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ എങ്ങനെയാണോ ഖുർആൻ പഠിപ്പിക്കാൻ നാം സന്നദ്ധത കാണിച്ചത്, അതുപോലെ ഈ കാലഘട്ടത്തിൽ രക്ഷിതാക്കളും എൻ്റെ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമൊക്കെ പരിശുദ്ധ ഖുർആൻ പഠിക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും ശ്രമിക്കേണ്ടത്. അതിനാവശ്യമായ ധാരാളം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുണ്ട്. അതിന് മെനക്കെട്ട് നമ്മൾ എവിടെയും പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനാവശ്യമായ സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. ആ അർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുകയും ജീവിതത്തെ പരമാവധി ഖുർആനികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് ഈ സദസ്സിനെ എനിക്ക് ഉണർത്താനുള്ളത്, എന്നോട് തന്നെ ഉണർത്താനുള്ളത്, സദസ്സിലുള്ള ഓരോരുത്തരോടും എനിക്ക് ഉണർത്താനുള്ളത്. ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ ഖുർആനികമായി മാറ്റുകയും അതിനനുസരിച്ച് അള്ളാഹുവിൽ ഏറെ ഉത്കൃഷ്ടരായ ജനവിഭാഗങ്ങൾ ഉൾപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഇന്ന് നമ്മുടെ നടക്കുന്ന കോൺവക്കേഷൻ സെറിമണി, അതിന് നമ്മുടെ മക്കളെ പ്രാപ്തരാക്കിയ അധ്യാപകർ, ഏറ്റവും നല്ല സജീവമായ പങ്കാളിത്തം നിർവഹിച്ച ആളുകൾ എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകർ തന്നെയാണ്. അവരുമായി വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ വളരെ നമുക്ക് പോസിറ്റീവ് എനർജി നൽകുന്നത്. അതുകൊണ്ട് അതിന് എല്ലാ അർത്ഥത്തിലും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ആദ്യമായി ഞാൻ എൻ്റെ അധ്യാപകർക്ക് നൽകുകയാണ്. അതോടൊപ്പം ഇത്ര ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ മക്കളെ ഈ തലത്തിൽ പരിശീലിപ്പിക്കുകയും അതിന് എല്ലാവിധ പിന്തുണയും നൽകിയ രക്ഷിതാക്കളെയും, അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ ഇന്ന് കോൺവക്കേഷൻ സന്നദ്ധാന പരിപാടി പങ്കെടുക്കുന്ന എൻ്റെ മക്കൾക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. I request our PTA President Safinas Abdullah to say a few words. വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, പ്രിയ രക്ഷിതാക്കളെ, എൻ്റെ കുഞ്ഞുമക്കൾ, വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു സായാഹ്നത്തിലാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മതവിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് 9 വർഷങ്ങൾക്ക് മുൻപ് വാടാനപ്പള്ളിയിൽ തുടക്കം കുറിച്ച ഹെവൻസ് എന്ന വിദ്യാഭ്യാസ സംരംഭം ഇന്ന് ഓരോ വാടാനപ്പള്ളിക്കാരനും അഭിമാനത്തിന് വക നൽകുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 22 നക്ഷത്ര കുഞ്ഞുങ്ങളാണ് ഇന്ന് നമ്മുടെ വേദിയെ ശോഭമാക്കാൻ പോകുന്നത്. നാളെ ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കൾക്കും ഉള്ള ഒരു മുതൽക്കൂട്ടാണ് അവർ. സ്വർഗത്തിലേക്ക് നമ്മളെ കൈ ഉയർത്തേണ്ട മക്കളാണ് അവർ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം അവരെ തജ്വീദോടുകൂടി ഓതുവാൻ പഠിപ്പിച്ച ഞങ്ങളുടെ ഹെവൻസിലെ ഓരോ അധ്യാപികമാരെയും പ്രത്യേകം നന്ദി പറയുന്നു. ഒരു നന്ദി വാക്കിലും ഒരു ആശംസയിലും ഒതുക്കേണ്ടതല്ല അവരോടുള്ള ഞങ്ങൾക്കുള്ള കടപ്പാട്. ഒരുപാട് ജീവിത മൂല്യങ്ങൾ ഈ ഹെവൻസിൽ നിന്ന് ഈ 3 വർഷങ്ങൾ കൊണ്ട് ഞങ്ങളുടെ മക്കൾ പഠിച്ചിട്ടുണ്ട്. ആ ജീവിത മൂല്യങ്ങൾ അവർക്ക് ഇനിയുള്ള ജീവിതത്തിലും വെളിച്ചമാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടും ഇന്നത്തെ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. Next, I request Mr. Sharif Abdullah, the member of our Vadanpally Orphanage Committee, Trust member, to say a few words. Please, sir. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ഏറെ ബഹുമാന്യരായ വേദിയിലും സദസ്സിലുമുള്ള വ്യക്തിത്വങ്ങളിൽ, പ്രിയമുള്ള രക്ഷിതാക്കളെ, അധ്യാപകരെ, കുഞ്ഞുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനൊരു ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ് നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്തായാലും ഇത് 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഞാനത് ഏറ്റെടുത്തത്. കാരണം ഇവിടെ ഒരു വലിയ
ഔദ്യോഗിക പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ ഒരു തുടർ വിദ്യാഭ്യാസം എന്നോണം 12 വർഷം കൂടി അള്ളാഹു അനുഗ്രഹിച്ചാൽ ഇവിടെ തന്നെ പഠിക്കാനുള്ളൊരവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. തുടർന്നുള്ള വിദ്യാഭ്യാസം നിങ്ങൾ കളയരുത്. കുട്ടികളെ ഇവിടെ തന്നെ പഠിപ്പിച്ചുകൊണ്ട് അവരെ നമുക്ക് വലിയ ആളുകളാക്കി മാറ്റേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഇവിടെ സംസാരിച്ച ആദം ഉസ്താദും സദ്റഹ്മാൻ സാഹിബൊക്കെ ഇവിടെ 6 വർഷം ഇവിടുത്തെ AC കോഴ്സ് പഠിച്ച് ഇവിടെ തന്നെ അധ്യാപകരായ ആളുകളാണ്. അവരുടെ സംസാരങ്ങളൊക്കെ അവർ സംസാരിക്കുന്നതൊക്കെ നമ്മൾ വളരെ കൗതുകത്തോടെയും വലിയ നമുക്ക് ഇൽമ നൽകുന്നതൊക്കെയാണ്. അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് ഈ 15 വർഷം, അതായത് 15, 3, 18 വർഷം കൊണ്ട് നമ്മുടെ കുട്ടികളെ ആക്കിയെടുക്കും. വലിയ പണ്ഡിതകളും പണ്ഡിതന്മാരും ആക്കി മാറ്റുന്ന ഒന്നായി അത് മാറും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളോട് നിങ്ങൾ ഇവിടെ തന്നെ അവരെ ആ 12 വർഷവും ഇവിടെ സാധിക്കുമെങ്കിൽ 12 വർഷവും ഇവിടെ പഠിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം. മാത്രമല്ല അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസം, അക്കാഡമിക്കലായിട്ടുള്ള വിദ്യാഭ്യാസവും വലിയ മേഖലകളിലേക്കൊക്കെ കടന്നു ചെല്ലാവുന്ന, അതുപോലെ തന്നെ ലാംഗ്വേജുകൾ ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു തരത്തിലേക്ക് അങ്ങനത്തെ ഒരു വലിയ സിലബസാണ് യഥാർത്ഥത്തിൽ ഇവിടെ തുടർന്നു വരാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കൾ അത് ഉപയോഗപ്പെടുത്തണം. ഈ അവസരത്തിലെ ഈ പരിപാടിയെ എല്ലാ വിധത്തിലും അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ഈ സദസ്സിനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈകിയ വേളയിൽ കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും നമ്മുടെ കുഞ്ഞുമക്കളുടെ പരിപാടികൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹത്തോടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹുദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.